അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ രണ്ടാമത്തെ ചാപ്റ്ററായ അഷദ്ദു ഹുബ്ബൻ ലില്ലാ എന്ന പാഠത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഥവാ അഷദ്ദു ഹുബ്ബൻ ലില്ലാ, അഥവാ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. അഷദ്ദു പറഞ്ഞ അങ്ങേയറ്റം, ഏറ്റവും ശക്തമായത്. ഹുബ്ബൻ സ്നേഹം, ലില്ലാഹി എന്ന അള്ളാഹുവിനോട്. അപ്പൊ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അതാണ് പാഠത്തിന്റെ അർത്ഥം. ഇനി പാഠത്തേക്ക് നോക്കുക. നമ്മൾ ഈ ഹെഡിങ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ഹെഡിങ്ങിന്റെ അർത്ഥം? അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. അപ്പൊ അള്ളാഹിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച്, അതിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കട്ടോ. സ്വാലിഹുകളെയും സൽപ്രവർത്തനങ്ങളെയും നാം ഇഷ്ടപ്പെടുകയും പിശാചിനെയും പൈശാചിക പ്രവർത്തനങ്ങളെയും നാം വെറുക്കുകയും ചെയ്യണം. അതായത് സ്വാലിഹുകളെയും സൽപ്രവർത്തനങ്ങളെയും, നല്ല ആൾക്കാരെയും നല്ല കാര്യങ്ങളെയും എന്താണ് നമ്മൾ ഇഷ്ടപ്പെടണം. പിശാചിനെയും പൈശാചിക പ്രവർത്തനങ്ങളെയും, അഥവാ ചീത്ത ആൾക്കാരെയും ചീത്ത പ്രവർത്തനങ്ങളെയും നമ്മൾ എന്താവണം? വെറുക്കുകയും ചെയ്യണം. അതാണ് ആ വരി പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത വരി നോക്കി. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് നാം ഇഷ്ടപ്പെടുന്നതും അവൻ വെറുക്കുന്നതിന് നാം വെറുക്കുന്നതും അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമാണല്ലോ. അപ്പൊ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹു വെറുക്കുന്നതിനെ നമ്മൾ വെറുക്കണ്ടെങ്കിൽ എന്താണ്? അത് നമുക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണല്ലേ? ആണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു വെറുക്കണ നമ്മൾ വെറുക്കണത്. അപ്പൊ നമുക്ക് ആരോടെങ്കിലും ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മള് ഓൽക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓൽക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂല. അപ്പൊ നമ്മളെ ഉമ്മാക്ക് അല്ലെ, നമ്മളെ ഉമ്മാക്ക് ഇപ്പൊ നമ്മളെ നല്ല ഇഷ്ടമായിക്കാരം. അതുപോലെ നമുക്ക് നമ്മളെ ഉമ്മാരെ നല്ല ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യും അല്ലെ. പക്ഷെ ഉമ്മാക്ക് ഇഷ്ടമല്ല ഒരു കാര്യം ചെയ്താൽ, ഉമ്മാക്ക് ഇഷ്ടമല്ലാണെങ്കിൽ ആ കാര്യം നമ്മൾ ചെയ്യൂല. അതേമാതിരി തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അള്ളാഹു വെറുത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യൂല. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് അള്ളാഹുവിനോട് സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. മുഅ്മിനീങ്ങളായ നാം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കേണ്ടവരാണ്. അപ്പൊ മുഅ്മിനീങ്ങളായ നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണല്ലോ. അപ്പൊ നമ്മളൊക്കെ ആരെ സ്നേഹിക്കണം? അള്ളാഹുവിനെ സ്നേഹിക്കണം. അതുപോലെ തന്നെ അവന്റെ റസൂലിനെയും സ്നേഹിക്കണം അല്ലേ. ഒക്കെ നീ പറയൂട്ടോ. അള്ളാഹു തആല പറയുന്നു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. അല്ലെ, എന്താ പറയണേ? സത്യവിശ്വാസികൾ അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെന്ന് ആരാണ് പറയണേ? അള്ളാഹു തആല തന്നെയാണ് പറയണത്. അപ്പൊ നമ്മളൊക്കെ സത്യവിശ്വാസികളല്ലേ? ആണ്. നമ്മളൊക്കെ സത്യവിശ്വാസികളാവണം. അപ്പൊ സത്യവിശ്വാസികളാണെങ്കിൽ നമ്മൾ ആരെ സ്നേഹിക്കണം? അള്ളാഹുവിനെ സ്നേഹിക്കണം. ഇനി അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ കുറച്ച് കാരണങ്ങളാണ് പറഞ്ഞ അടിയില്. ഇനി അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കാനുള്ള കുറച്ച് കാരണങ്ങളാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത്? ഒന്നാമത്തെ എന്താണ്? അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മളെ പടച്ചത് ആരാണ്? അള്ളാഹു. അതുപോലെ നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണ് ഈ ദുനിയാവില്? അള്ളാഹു ആണ്. അപ്പൊ നമ്മൾ അള്ളാഹിനെ എന്താവണം? സ്നേഹിക്കണം. അതുപോലെ അവൻ ദയാലുവും കരുണയുള്ളവനുമാണ്. നല്ല ക്ഷമയുള്ള ആളും അതുപോലെ തന്നെ നല്ല കരുണയുള്ള ആളുമാണ് നമ്മളെ റബ്ബ്. അപ്പൊ നമ്മളെ റബ്ബിനെ നമ്മൾ എന്താവണം? സ്നേഹിക്കണം. അള്ളാഹു ഏറ്റവും സൗന്ദര്യമുള്ളവനാണ്. നമ്മൾ കുറെ ആൾക്കാർ ചൊർക്ക് കണ്ടുകൊണ്ടല്ലേ നല്ല സൗന്ദര്യം. ഈ ലോകത്ത് വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ആളാരാണ്? അള്ളാഹു ആണ്. അപ്പൊ സൗന്ദര്യം നോക്കി ഓരോരുത്തരെ സ്നേഹിച്ചാൻ പോണവർക്ക് ആദ്യം ആരെ സ്നേഹിക്കണം? അള്ളാഹിനെ സ്നേഹിക്കണം. ഇനി വീണ്ടും പറയാണ്, അള്ളാഹുവിനോട് ഇഷ്ടം വളർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങള്. അപ്പൊ നമ്മക്ക് അള്ളാഹുവിനോട് ഇഷ്ടം ഉണ്ടാവണ്ടേ? ഇഷ്ടം വളരണ്ടേ? നമുക്ക് അള്ളാഹിനോടുള്ള ഇഷ്ടം ഇങ്ങനെ വളർന്നു വലുതാവണ്ടേ? അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹിന്റെ നിഅമത്ത് നമ്മളൊക്കെ പടച്ച റബ്ബ് പഠിച്ചില്ലേ? അതിന്റെ വലിയ നിഅമത്തല്ലേ? നമുക്ക് എല്ലാതും കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, രുചി അറിയാൻ പറ്റും, മണം അറിയാൻ പറ്റും, ഒരു വ്യക്തി പറയണത് ഫുള്ള് കേൾക്കാൻ പറ്റും. അത്രത്തോളം നിഅമത്ത് പടച്ച റബ്ബ് നമുക്ക് തന്നില്ലേ? എത്ര ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ട്, കണ്ണ് കാണാത്ത, കാല് കൊണ്ട് വയ്യാത്ത, കാലില്ലാത്ത, നടക്കാൻ ശരിക്ക് പറ്റാത്ത ഒരുപാട് ആൾക്കാര്. പടച്ച റബ്ബ് നമ്മൾ അങ്ങനെ ഒന്നും ആക്കിയില്ലല്ലോ. നമുക്ക് എല്ലാം കൊണ്ടും പടച്ച റബ്ബ് നമുക്ക് എല്ലാ കഴിവും തന്നില്ലേ? അതൊക്കെ അള്ളാഹിന്റെ നിഅമത്താണ്. അപ്പൊ പടച്ച റബ്ബിന് ശുക്ർ ചെയ്യുക, അള്ളാഹിനെ നമ്മൾ എന്താവുക? സ്നേഹിക്കുക. രണ്ടാമത്തെ എന്താണ്? അള്ളാഹുവിന്റെ സിഫത്തുകൾ നന്നായി അറിയുക. അള്ളാഹിന്റെ സിഫത്തുകളൊക്കെ നമുക്കറിയില്ലേ? റഹ്മാനാണ്, കാരുണ്യവാനാണ്, അതുപോലെ ദയാലുവാണ്, അങ്ങനെ ഒരുപാട് സിഫത്തുകൾ അള്ളാഹ്ക്കില്ലേ? അതുപോലെ നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളും പടച്ച റബ്ബ് ഭൂമിയിൽ ഉണ്ടാക്കി തന്നിട്ടില്ലേ? നമുക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ട എല്ലാ വസ്തുക്കളും
അതുപോലെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് സ്നേഹം വളർത്തണം. നമുക്ക് അള്ളാഹുവിനെ സ്നേഹം ഉണ്ടാവണം, അള്ളാഹുവിനെ നമ്മള് സ്നേഹിക്കണം. നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്നതിന്റെ ചില അടയാളങ്ങളാണ് അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോ. നമുക്ക് അള്ളാഹുവിനോട് സ്നേഹം ഉണ്ട് എന്നുള്ളതിന്റെ അടയാളങ്ങൾ. ഒന്നാമത്തെ എന്താണ് പറയണേ? അള്ളാഹുവിന്റെ ലിഖായിൽ ആഗ്രഹം ഉണ്ടാവുക. അത് അള്ളാഹിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ഉണ്ടോ? നമുക്ക് അള്ളാഹിനോട് എന്തുണ്ട്? സ്നേഹമുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തെക്കാൾ പരിഗണന നൽകുക. അപ്പൊ നമ്മളെ ഇഷ്ടത്തെക്കാൾ പരിഗണന ആരിഷ്ടത്തിനേക്കാളും അള്ളാഹിന്റെ ഇഷ്ടത്തിനാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അള്ളാഹിനോട് നല്ല സ്നേഹമുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് നിസ്കരിച്ചിന് പോലെ ഭയങ്കര ഇഷ്ടേക്കാരം. അപ്പൊ നമ്മളിങ്ങനെ അസർ ബാങ്ക് കൊടുത്തേക്കനെ എല്ലാ കൂട്ടുകാരന്മാരും വന്ന് കളിച്ചാൻ വിളിച്ചു. അപ്പൊ നമ്മളെ ഇഷ്ടം കളിച്ചാൻ പോവാന്നുള്ളേക്കാരല്ലേ. പക്ഷെ അതിനേക്കാൾ പരിഗണന കൊടുത്തിട്ട് അവരോട് പറഞ്ഞടാ ഞാൻ നിസ്കരിച്ചിട്ട് വരാന്ന് പറയണം. അള്ളാഹിന്റെ ഇഷ്ടം നിസ്കരിക്കണ പോലെയല്ലേ. അപ്പൊ അങ്ങനെ പരിഗണിച്ച് ആദ്യം നിസ്കരിച്ചിട്ട് വേണം പോവാന്. അങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ട് എന്നാണ് അർത്ഥം ട്ടോ. ഇനി അവസാനത്തെ പോയിന്റ് എന്താണ് അതില്? അള്ളാഹുവിന്റെ സ്വാലിഹുകളായ അടിമകളോട് ഇഷ്ടമുണ്ടാവുക. അപ്പൊ അള്ളാഹിന്റെ ഒരുപാട് സ്വാലിഹീങ്ങളായ ഔലിയാക്കളായ മശായിഖന്മാരൊക്കെ ഉണ്ടല്ലേ. ഓലോടൊക്കെ ഒരു അടുപ്പുണ്ടാവുക, ഓലോടൊക്കെ ഇഷ്ടം ഉണ്ടാവുക. അല്ല ഓലെ കുറ്റം പറഞ്ഞ് നടക്കല്ല. ഓലോടൊക്കെ ഇഷ്ടമുണ്ടോ? എന്നാ നിങ്ങൾക്ക് എന്തുണ്ട്? അള്ളാഹുവിനോട് സ്നേഹമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇനി ആ റൂട്ടിക്ക് നീങ്ങണം. നമുക്ക് അവരോടൊക്കെ ഇഷ്ടം ഉണ്ടാവണം. അള്ളാഹിനെ കാണാനുള്ള പൂതി വേണം. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. നമ്മളെ ഇഷ്ടത്തെക്കാള് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പരിഗണന കൊടുക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് എന്തുണ്ടാവുള്ളൂ? സ്നേഹം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടുക. അപ്പൊ നമുക്കൊരു ഭയം ഇങ്ങനെ വേണം. പടച്ചോനെ, ഞാൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളാണല്ലോ, ഞാൻ ഈ തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്റെ അള്ളാഹുവിനോടുള്ള അടുപ്പൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളൊരു പേടി ഇങ്ങനെ വേണം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ട്ടോ. ഇനി അവസാനത്തെ പോയിന്റാണ്, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റാണ് എന്ത്? നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ എന്നിവ മനസാന്നിധ്യത്തോടെ നിർവഹിക്കുന്നതിൽ ആനന്ദം അനുഭവപ്പെടുക. അത് നല്ല സന്തോഷത്തോടെ റാഹത്തായിട്ട് നല്ല ആവേശത്തോടെ എന്താവുക? നിസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകളൊക്കെ ചൊല്ലുക. അതൊക്കെ നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യണം. അല്ല അമ്മ നോക്കുന്നുണ്ടോ ഉപ്പ നോക്കുന്നുണ്ടോ എന്ന് നോക്കിങ്ങാണ്ട് എന്താവുക? നിസ്കരിച്ചാ നിക്കുക. അല്ലെങ്കിൽ ഉസ്താദ് ഓതിയിട്ടില്ലാണെങ്കിൽ ചീത്ത അറിയും. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുക, അങ്ങനെ ദിക്റുകളൊക്കെ ചൊല്ലുക. അങ്ങനല്ല, നമ്മൾ സ്വയം അതിലൊരു രസം കണ്ടെത്തിങ്ങാണ്ട് നമ്മൾ സ്വന്തം ചെയ്യണം. അങ്ങനെ ചെയ്യണവരാണ് നമുക്ക് എന്തുണ്ട്? അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ട് ട്ടോ. അതുപോലെ നബി തങ്ങളെ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ ഉണ്ടല്ലോ, അത് പിന്തുടരുക. നബി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. നബി ചെയ്ത സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താവുക? പകർത്തുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമുക്ക് എന്തുണ്ട്? സ്നേഹമുണ്ട്. ഇനി നോക്കി നിങ്ങള് ആലിമ്രാൻ സൂറത്ത് ഉണ്ടല്ലോ ഖുർആനില്, അതിലെ 31-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു തആല നമ്മളോട് പറയാണ്. എന്താ പറഞ്ഞ നബിനോട്? കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. എന്താ പറയണ നിങ്ങക്ക്? അള്ളാഹു തആല പറയാണേ, കുൽ ഇൻ കുൻതും, നബിയേ, കുൽ നബിയേ തങ്ങൾ പറയുക എന്നിട്ട് പറയാണ്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. ആരാ പറയണേ? അള്ളാഹു താല പറയണ, നബിനോടാ പറയണേ. നമ്മളൊക്കെ പ്രവാചകനാണല്ലോ മുഹമ്മദ് നബി. ആ നബിനോട് പറയാണ്. എന്താ പറയണ അറിയോ? നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അഥവാ നമ്മൾ അള്ളാഹിനെ സ്നേഹിച്ചാൽ അള്ളാഹ് നമ്മളെ തിരിച്ചെന്താവും? സ്നേഹിക്കും. അപ്പൊ നമ്മളെന്താവുക? അള്ളാഹുവിനെ സ്നേഹിക്കുക. അപ്പൊ അള്ളാഹു നമ്മളെന്താവും? സ്നേഹിക്കും. കഴിഞ്ഞിട്ടില്ല, ഹദീസിൽ പറയാണ്, ബുഖാരി ഇമാമ് പറയാണ്. എന്താ പറയണ നിങ്ങൾക്ക്? അല്ലാഹുമ്മ റസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബിക വജ്അൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദ്. ബുഖാരി ഇമാമ് പറയാണ്, അള്ളാഹുവെ, നിന്നോടും നിന്നെ ഇഷ്ടം വെച്ചവരോടും നിന്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്നതിനോടുമുള്ള ഇഷ്ടം എനിക്ക് നീ നൽകുകയും നിന്നോടുള്ള ഇഷ്ടം തണുത്ത വെള്ളത്തെക്കാൾ എനിക്ക് ഇഷ്ടമായതാക്കുകയും ചെയ്യണമേന്ന് എന്ന് നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ബുഖാരി ഇമാമ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും.
ഈ ദുആ നാം പതിവാക്കണം. അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ്. അഷദ്ദു ഹുബ്ബലില്ല എന്നുള്ള പാഠത്തിലെ തദ്രീബാത്ത്. ഒന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുക. ചോദ്യം എന്താണ് ഒന്നാമത്തെ? അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുകയും വെറുക്കുന്നതിനെ നാം വെറുക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ കാരണം എന്താണ്? എന്താണ് കാരണം? അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണം. നമ്മൾ പറഞ്ഞല്ലോ പുസ്തകത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമാണ് നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അവൻ വെറുക്കുന്നതിനെ വെറുക്കുന്നതും എന്ന്. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം ട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് രണ്ടെണ്ണം വീതം എഴുതുക എന്നുള്ളത്. അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള കാരണങ്ങളാണ് ഇതുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ. ഒന്നെന്താണ്? അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം. രണ്ടാമത്തത് അള്ളാഹു ദയാലുവും കരുണയുള്ളവനുമാണ്. അപ്പൊ രണ്ടെണ്ണം ആയല്ലോ. ഇനി പുസ്തകത്തിൽ നോക്കി ഒന്നും കൂടെ കാണാം. അള്ളാഹു ഏറ്റവും സൗന്ദര്യമുള്ളവനാണ്. അപ്പൊ അതിൽ ഏകദേശം രണ്ടെണ്ണം ചെയ്തിട്ടോ. അതാണ് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട കാരണങ്ങൾ കേട്ടോ. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യമാണ് അള്ളാഹുവിനോട് ഇഷ്ടം വളരാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ഏതാണ്? അള്ളാഹുവിനോട് ഇഷ്ടം വളരാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞതല്ലേ? അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക. ഒന്നാമത്തെ എന്താണ്? അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ നന്നായി അറിയുക. ഈ രണ്ട് കാരണങ്ങളാണ് അള്ളാഹുവിനോട് ഇഷ്ടം വളർത്താൻ സഹായിക്കുന്ന ചില കാരണങ്ങൾ. ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യമാണ് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്നതിന്റെ അടയാളങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ്. അപ്പൊ ഒരുപാട് അടയാളങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതട്ടോ. എന്തൊക്കെയാ കൊടുത്തിരിക്കണേ? അള്ളാഹുവിന്റെ നിക്കാഹിൽ ആഗ്രഹം ഉണ്ടാവുക, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക, അള്ളാഹുവിന്റെ സ്വാലിഹികളായ അടിമകളോട് ഇഷ്ടം ഉണ്ടാവുക, നബി തങ്ങളെ പിന്തുടരുക, അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടുക, നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ എന്നിവ മനസാന്നിധ്യത്തോടെ നിർവഹിക്കുന്നതിൽ ആനന്ദം അനുഭവപ്പെടുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ പഠിച്ചു വെക്കട്ടോ. ഇനി ബുക്കിലെ അവസാന പ്രവർത്തനമാണ് പൂരിപ്പിച്ച ആശയം എഴുതുക. അപ്പൊ പുസ്തകത്തിൽ വന്ന ആയത്തും ഹദീസും അതിന്റെ ആശയവും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് അവസാനത്തിൽ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ദുആ ചെയ്യാറുണ്ടായിരുന്നു അല്ലേ? നബി തങ്ങൾ എന്നും പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പറഞ്ഞ ദുആ ഉണ്ടല്ലോ, ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം കേട്ടോ. അല്ലാഹുമ്മർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ ഹബ്ബക വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബിക വജ്അൽ ഹുബ്ബക ഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദ്. അള്ളാഹുവെ, നിന്നോടും നിന്നെ ഇഷ്ടം വെച്ചവരോടും നിന്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്നതിനോടുമുള്ള ഇഷ്ടം എനിക്ക് നീ നൽകുകയും നിന്നോടുള്ള ഇഷ്ടം തണുത്ത വെള്ളത്തേക്കാൾ എനിക്ക് ഇഷ്ടമായതാക്കുകയും ചെയ്യണമേ. അതാണ് അതിന്റെ അർത്ഥം. അതുപോലെ എന്താ പൂരിപ്പിക്കാൻ പഠിക്കട്ടോ. ഇനി മറ്റൊന്നാണ് വല്ലദീന ആമനു അശദ്ദ ഹുബ്ബൻ ലില്ലാ. അള്ളാഹു തആല പറയണാണല്ലേ, സത്യവിശ്വാസികൾ അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അതും അതിന്റെ അർത്ഥം ഒന്ന് പഠിച്ചു വെക്കട്ടോ. അതുപോലെ ഈ പാഠത്തിൽ ചോദിച്ച മറ്റൊന്നാണ് കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അതിന്റെ അർത്ഥം കൂടെ പഠിക്കട്ടോ. നബിയെ തങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ എല്ലാ ആയത്തുകളും ഹദീസുകളും അതിന്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനുള്ള മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ക്ലാസ്സൊക്കെ ഇഷ്ടമായാൽ കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും.